Welcome to RK's Stories. കാന്താരിക്കൊരു കല്യാണം ഭാഗം 6. ദാമി ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവുകയാണ് കേട്ടോ. കാലത്തെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലാണ് സൂര്യൻ ഈ കാര്യം അറിയിച്ചത്. സംസാരിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ കേട്ട കാര്യം വിശ്വസിക്കുവാനാവാതെ കണ്ണും മിഴിച്ച് പ്രകടനങ്ങൾക്ക് കൊണ്ടുപോകുവാൻ തയ്യാറാക്കിയ ടാബ്ലോ പോലെ സൂര്യനെയും ദാമിയെയും നോക്കിയിരുന്നു. ആ സമയത്ത് അവനത് പറയുമെന്ന് തീരെ പ്രതീക്ഷിക്കാതിരുന്ന ദാമിയും എന്തു പറയണമെന്നറിയാതെ ആകെ വെട്ടിലായതുപോലെ എല്ലാവരെയും മാറി മാറി നോക്കി. വായിലേക്ക് കുത്തിക്കയറ്റിയ അപ്പം അതേപടി കടിച്ചു പിടിച്ചുകൊണ്ട് നില നോക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അച്ഛന് വിളമ്പാൻ വേണ്ടി എടുത്തു പിടിച്ച അപ്പവും കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. അച്ചമ്മ കുടിക്കാനെടുത്ത ചായയുമായി മറ്റൊരു കസേരയിൽ, മുട്ടക്കറി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കയ്യിലും ഇട്ടുകൊണ്ട് അച്ഛനും. അതേപടി പൊക്കിയെടുത്ത് തീന്മേശയിലെ കുടുംബമെന്ന പേരുമിട്ട് ഏതെങ്കിലും മത്സരത്തിന് കൊണ്ടുവച്ചാൽ 1ാം സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു ടാബ്ലോ. ഹലോ ഹലോ, എന്തു പറ്റിയത്? എല്ലാവരും എന്താ ഇടിവെട്ടുകൊണ്ടതുപോലെ? സൂര്യന്റെ ചോദ്യമാണ് എല്ലാവരെയും സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പിന്നല്ലാതെ കാലത്തെ തന്നെ ഇങ്ങനെയൊക്കെ കേട്ടാ മനുഷ്യൻ ഞെട്ടാതിരിക്കുവോ? കയ്യിൽ വെച്ചിരുന്ന അപ്പം അച്ഛന്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അമ്മയാണ് ചോദ്യങ്ങൾ തുടങ്ങിയത്. ഇപ്പൊ എന്തു പറ്റി? മോൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് തോന്നാൻ? അടുത്ത ആഴ്ച വരെ മോള് ലീവ് എടുത്തിട്ടുള്ളതല്ലേ? അച്ഛന്റെ വക. ഇനി ഇവൻ മോൾക്ക് ഇഷ്ടമാകാത്ത രീതിയിൽ എന്തേലും പെരുമാറിയിട്ടുണ്ട്, ഈ അച്ഛമ്മ മോളോട് മാപ്പ് പറയാ. അച്ചമ്മയുടെ സെന്റിമെന്റ്സ്. ഒരു സോളോ മ്യൂസിക് കൂടി ഉണ്ടായിരുന്നേ, പൊളിച്ചേനെ. കടിച്ചു പിടിച്ചിരുന്ന അപ്പം ചവക്കാൻ തുടങ്ങിക്കൊണ്ട് നില ആലോചിച്ചു. ഇനി നിനക്കൊന്നും പറയാനില്ലേ? ഏട്ടന്റെ ചോദ്യം തനിക്ക് നേരെയാണെന്ന് മനസ്സിലാക്കിയ നില തല ഉയർത്തി നോക്കി. ചുമൽ കൂച്ചി പല്ല് ചിലക്കുന്നത് പോലൊരു ശബ്ദമുണ്ടാക്കിയിട്ട് അവൾ തീറ്റയെടുപ്പ് തുടർന്നു. നിങ്ങളാരും ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ പ്രൊജക്റ്റിലെ എന്തോ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്ന കാരണം അവളോട് അത്യാവശ്യമായിട്ട് തിരികെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാ അവള് പോകുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എനിക്കും പോകണം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന്. അപ്പോ പിന്നെ അവൾ ഇന്ന് തന്നെ പോയിക്കോട്ടെ. എന്തു പറയും എന്നാലോചിച്ച് തല പുകയ്ക്കുകയായിരുന്ന ദാമി തനിക്ക് വേണ്ടി അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേട്ട് നന്ദിപൂർവ്വം അവനെ നോക്കി ചിരിച്ചു. അവൻ അവളെ നോക്കി പതിവ് പോലെ കണ്ണുകൾ ചിമ്മി കാണിച്ചു ചിരിച്ചു. കണ്ണ, ഇതിനിടക്ക് നീ വീണ്ടും യാത്ര പോവുകയാണോ? അമ്മ അവനെ വിളിച്ചത് കേട്ട് ദാമി കൗതുകത്തോടെ അവനെ നോക്കി. കണ്ണൻ, ലൂട്ടയ്ക്ക് ഇങ്ങനൊരു പേരുണ്ടോ? കൊള്ളാലോ. പ്ലേറ്റിലേക്ക് കറി എടുത്തൊഴിക്കുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു. അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഈ ട്രിപ്പിന്റെ കാര്യം. ജസ്റ്റ് 1 മന്ത്, അതിനുള്ളിൽ ഞാൻ തിരികെ എത്തും. അപ്പോഴേക്കും ദാമിയും അവളുടെ വർക്ക് കഴിഞ്ഞു വരും. അതുപോലെ പറഞ്ഞത് ഓക്കെ അല്ലേ എന്ന മട്ടിൽ സൂര്യൻ നോക്കുന്നത് കണ്ട് ദാമിയും എല്ലാവരെയും നോക്കി തലകുലുക്കി. ഇവൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പതിവ് പോലെ അമ്മ അച്ഛന്റെ കോർട്ടിലേക്ക് പന്ത് തട്ടി. എന്ത് പറയാൻ, അവരുടെ കാര്യങ്ങള് അവര് തന്നെ തീരുമാനിച്ചോട്ടെ, അതല്ലേ നല്ലത്, അല്ലേ അമ്മേ? അച്ഛൻ പന്ത് അച്ചാമ്മയ്ക്ക് പാസ് ചെയ്തു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മറുപടി പറയാതെ അച്ചമ്മ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. പിറ്റേ ദിവസം കാലത്ത് ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നതിനിടയിലാണ് കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് ഷൈനി കേട്ടത്. കാലത്ത് തന്നെ ഇതാരാണോ? കിടക്കയിൽ കിടന്ന് സ്കിൻ ടൈറ്റ് ജീൻസിനോട് മല്ലിടുന്നതിനിടയിൽ അവൾ പിറുപിറുത്തു. വീണ്ടും ബെൽ മുഴങ്ങി. കമിങ് കമിങ്. ഒരു വിധത്തിൽ ജീൻസ് വലിച്ചു കയറ്റി സിബുമിട്ട് ഓടുന്നതിനിടയിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കാലത്തെ തന്നെ ഇത്രയ്ക്ക് മുട്ടി നിൽക്കുന്നത് ആരാണെങ്കിലും 2 പറയണമെന്നോർത്ത് വാതിൽ തുറന്ന അവൾ തൊട്ടുമുന്നിൽ ക്ലോസപ്പിന്റെ പരസ്യം പോലെ വെളുക്കെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ദാമിയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. സർപ്രൈസ്. കൂടടക്കം കിളി പോയി നിന്ന ഷൈനിയുടെ മുന്നിൽ കൈകൾ വിടർത്തി പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി. ഇതെന്നടി കാലത്തെ തന്നെ?
കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് നീ അവിടത്തെ പൊറുതിയും മതിയാക്കി പോന്നോ? പോയ കിളികളെയെല്ലാം ഒരു വിധത്തിൽ കൂട്ടിലാക്കിയിട്ട് തിരിഞ്ഞ ഷൈനി ചോദിച്ചു. ഓ, അത് ശരിയാകത്തില്ലെന്നേ. ട്രോളി ബാഗ് സൈഡിലേക്ക് ഒതുക്കി തോളത്ത് കിടന്നിരുന്ന ബാഗ് സെറ്റിയിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് അലച്ചും കെട്ടിയിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ പറ്റി? എടി, അവന്റെ കൂടെ ഒരാഴ്ച അവിടെ താമസിച്ച ശരിയാവത്തില്ല. പിന്നെ ചിലപ്പോ തിരികെ ബാംഗ്ലൂരിലേക്ക് വരാനും പറ്റത്തില്ല. അതെന്നാ, അവൻ വിടത്തില്ലേ? അവനല്ല, ഈ ഞാൻ തന്നെ എന്നെ ചിലപ്പോ ഇങ്ങോട്ട് വിടത്തില്ല. എന്തൊന്ന്? എടി മോളെ, ഒരു ദിവസം അവന്റെ കൂടെ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നി അവനോട്. അപ്പൊ ഒരാഴ്ച ഞാൻ അവനോടൊപ്പം താമസിച്ചാലുണ്ടല്ലോ, പിന്നെ ചിലപ്പോ ഇങ്ങോട്ട് വരാനേ തോന്നത്തില്ല. അവന്റെ പിള്ളേരെയും പ്രസവിച്ച് വളർത്തി അവിടെ തന്നെ അങ്ങ് കൂടിപ്പോകും. നിനക്കതിൽ സന്തോഷം തോന്നുന്നുണ്ടേ, അങ്ങനെ ചെയ്തൂടെ പണ്ടാരമേ? നോ, ഇപ്പൊ സന്തോഷം തോന്നുമെങ്കിലും മുന്നോട്ട് പോകുമ്പോ അതേ സന്തോഷം നിലനിൽക്കുമെന്ന് എന്താ ഒരു ഉറപ്പുള്ളത്? നമിച്ചെന്റെ പൊന്നു മോളെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു ഉറപ്പുള്ളത്? നാളെ നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ കണ്ണു തുറന്നാ പറയാം തുറന്നെന്ന്. അത് സമ്മതിച്ചു. പക്ഷെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ കണ്ണു തുറന്നാ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. എന്തായാലും കുറച്ച് നെല്ലിക്ക വാങ്ങേണ്ടി വരും. എന്തിനാ? നിന്റെ തലയിൽ കളം വെക്കാൻ. അല്ലാതെ ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നേ? എന്നിട്ട് കെട്ടിയവനും കിട്ടിയവളും കൂടെ എന്നാ തീരുമാനിച്ചു? ഞാനിവിടെയും അവൻ അവിടെയും. അവൻ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഒരു ട്രിപ്പിന് പോവുകയാ. 1 മാസം കഴിഞ്ഞേ തിരികെ വരൂ. ആ കാരണവും പറഞ്ഞാ ഞാനും അവിടെ നിന്ന് മുങ്ങിയത്. കൊള്ളാം, നടക്കട്ടെ. എന്തായാലും എനിക്കൊരു സമാധാനമായി. അതെന്താടി? ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ നീയും കിട്ടിയവനും കൂടി രാവിലെ തന്നെ കട്ടിലേ കിടന്ന് അർമാദിക്കുകയായിരിക്കുമല്ലോ എന്നോർത്തപ്പോ ഒന്നുമില്ല. എങ്കിലും ചെറിയൊരു വിഷമം തോന്നിയതാ മോളെ. ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ആണോ? ഞഞ്ഞായി. അല്ലേലും എറിയാനറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്നാണല്ലോ പറയുന്നത്. നല്ലൊരു 1-ാം തരം ചെറുക്കനെ കൈ കിട്ടിയിട്ട് അവൾ ഒറ്റക്ക് സന്തോഷിക്കാൻ പോന്നേക്കണം മരവാഴ. ഇടിയടി മതിയടി. മതിയെങ്കിൽ മതി. നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഓ, ഇന്നില്ല, ഇന്ന് നാളെ ആവട്ടെ. എങ്കിൽ ശരി, നീ ഫ്രഷായിട്ട് റെസ്റ്റ് എടുക്ക്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുക. വൈകിട്ട് കാണാം. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഷൈനി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്താ? പണ്ട് പഠിക്കുന്ന സമയത്ത് നിനക്കൊരു ലൈൻ ഉണ്ടായിരുന്നില്ലേ, നിന്നെ തേച്ചിട്ട് പോയ ആ നവീൻ? കഴിഞ്ഞ ദിവസം പബ്ബിൽ വെച്ച് അവനെ കണ്ടിരുന്നു. അവനിപ്പോ ഇവിടെ TCS വർക്ക് ചെയ്യുന്നേ. കൊള്ളാം, അതിന്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. തികഞ്ഞു. എന്തായാലും നീ പോയിട്ട് വാ, വൈകുന്നേരം കാണാം. ട്രോളിയും ബാഗും എടുത്ത് തന്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ദാമി പറഞ്ഞു. ഷൈനി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഫ്രഷായി കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡും ഓർഡർ ചെയ്ത ശേഷം കിടക്കയിൽ കമഴ്ന്നു കിടന്ന് ഫോൺ ഗാലറിയിൽ നിന്നും റിസപ്ഷന്റെ ഫോട്ടോകൾ ഓരോന്നായി സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനിടയിലാണ് സൂര്യനും താനും മാത്രം നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ ദാമിയുടെ കണ്ണുകൾ ഉടക്കിയത്. അരയിൽ കൈകൾ ചുറ്റി തന്നെ ചേർത്തു പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ ഫോട്ടോ അവൾ സൂം ചെയ്ത് നോക്കി. ചിരിക്കുമ്പോൾ ചെറുതാകുന്ന ആ കണ്ണുകൾ ഉള്ളിൽ എവിടെയോ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തോന്നി അവൾക്ക്. സ്ക്രീനിൽ നിറഞ്ഞ അവന്റെ മുഖത്ത് വിരലോടിക്കെ എന്തിനെന്നറിയാതെ ഒരു കരച്ചിൽ ഇടനെഞ്ചിൽ വിലങ്ങി. അവന്റെ നെഞ്ചിലെ ചൂടിൽ ഒളിക്കാൻ കൊതിച്ച മനസ്സിന്റെ തേങ്ങലിൽ അറിയാതൊഴുകിയ കണ്ണുനീർ സ്ക്രീനിൽ നിറഞ്ഞ അവന്റെ കവിളിൽ വീണു ചിതറി. ആ നിമിഷം വാട്സാപ്പ് നോട്ടിഫിക്കേഷനിൽ ലുട്ടാപ്പി എന്ന പേര് തെളിഞ്ഞു. കണ്ണുനീരിന് നടുവിൽ വിടർന്ന പുഞ്ചിരിയോടെ അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. ഹായ് കാളിക്കുട്ടി, ഹോപ്പ് യു റീച്ച്ഡ് സേഫ്. തെണ്ടി, ഒന്ന് വിളിച്ചൂടെ അവനെ? അങ്ങോട്ടൊന്ന് വിളിച്ചാലോ? ഫോൺ കയ്യിലെടുത്ത് അവൾ ഒന്ന് ആലോചിച്ചു. വേണ്ട, ജാടത്തെണ്ടി. വേണ്ടല്ല, ഇങ്ങോട്ട് വിളിക്കട്ടെ. കോളിംഗ് ബെൽ മുഴങ്ങിയത് കേട്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. സൊമാറ്റോയുടെ ആപ്പിൽ ഫുഡ് ഈസ് ഓൺ യുവർ ഡോർ സ്റ്റെപ്പ് എന്ന മെസ്സേജ് കണ്ടതും ഡ്രസ്സ് നേരെയാക്കിക്കൊണ്ട് അവൾ വാതിൽക്കലേക്ക് നടന്നു. ആ സമയം ഇങ്ങ് നാട്ടിൽ കോളേജിലെ സ്റ്റാഫ് റൂമിൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന സൂര്യൻ ദാമിക്കയച്ച മെസ്സേജിൽ നീല ടിക്ക് വീണത് കണ്ട് ചിരിച്ചു. മറുപടി ഇപ്പം വരും എന്നും വിചാരിച്ച് സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന അവന്റെ മുഖം
മറുപടി അയക്കാതെ അവളുടെ ഫോൺ ഓഫ്ലൈനിലായത് കണ്ട് ഈച്ച മൂഞ്ചിയതുപോലെ ചുളുങ്ങി. ഗുഡ് മോർണിംഗ്. തൊട്ടു മുന്നിൽ നിഷയുടെ ശബ്ദം കേട്ടാണ് സൂര്യ തല ഉയർത്തി നോക്കിയത്. യെസ്, വെരി ഗുഡ് മോർണിംഗ് നിഷ. ചിരിച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. എന്ത് പറ്റി? 1 month ലീവ് എടുത്തതായിരുന്നില്ലേ? പിന്നെ പെട്ടെന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നത് എന്തേ? ഓ, നത്തിങ്. ദാമിക്ക് അർജന്റായി കുറച്ച് വർക്കുകൾ വന്നു. സോ ഷീ ലെഫ്റ്റ് ബാംഗ്ലൂർ യെസ്റ്റർഡേ. എന്റെ ട്രിപ്പാണെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ വെറുതെ 2 ദിവസം വീട്ടിലിരിക്കട്ടല്ലോ എന്ന് വിചാരിച്ചു. ഓ ഓക്കെ. എനിവേ ഷീ സോ പ്രിറ്റി. സൂര്യന് നന്നായി ചേരും കേട്ടോ. താങ്ക് യു നിഷ. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ചെറിയൊരു വിഷമം തളം കെട്ടിയിരുന്നു. കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ കഴിയും എന്ന് ദാമി പറഞ്ഞത് ഓർത്തെടുത്ത അവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ചിരിയിലും കണ്ണുകളിലെ ചെറിയൊരു നനവ് സൂര്യൻ കണ്ടുപിടിച്ചു. അവൻ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. സ്റ്റാഫ് റൂമിൽ മറ്റുള്ളവർ എത്തുന്ന സമയം ആകുന്നതേയുള്ളൂ. നിഷ, ഐ ആം സോറി കേട്ടോ. ഓ വാട്ട്? തനിക്ക് എന്നോടൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഐ ആം റിയലി സോറി. അവളുടെ മുഖത്ത് തെളിച്ചമില്ലാത്ത ഒരു ചിരി വിടർന്നു. ലീവ് ഇറ്റ് സൂര്യ. ഇനി അതേപ്പറ്റി സംസാരിക്കണ്ട. താനെന്തായാലും കല്യാണത്തിന് മുന്നേ എത്തില്ലേ? അവൾ വിഷയം മാറ്റി. നോ നിഷ, കല്യാണം ഈ മാസം അവസാനമല്ലേ. ഞാൻ തിരിച്ചെത്തുമ്പോൾ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് കഴിയും. എനിവേ, അഡ്വാൻസ് വിഷസ് ഫോർ എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. സ്റ്റാഫ് റൂമിലേക്ക് ആരോ വരുന്നത് കണ്ട് സംസാരം അവസാനിപ്പിച്ച് നിഷ തന്റെ സീറ്റിലേക്ക് മടങ്ങി. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതെന്തോ ഉടായ്പാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച ലീവ് എടുത്ത ആള് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ബാംഗ്ലൂർ പോവോ? അത്യാവശ്യമായി കാണണമെന്ന് നില വിളിച്ചു പറഞ്ഞതനുസരിച്ച് സെൻട്രൽ സ്ക്വയറിലെ സബ്വേയിൽ എത്തിയതായിരുന്നു ധനു. ഓർഡർ ചെയ്ത ചിക്കൻ സ്ട്രൈപ്പ് സ്നാക്ക് റാപ്പ് കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് ധനു അവളെ നോക്കി. പക്ഷേ നില, എനിക്കതൊരു നല്ല ലക്ഷണമായിട്ടാ തോന്നുന്നത്. വൈ? ചേച്ചിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. മനസ്സിൽ തോന്നുന്നതനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ ചേച്ചിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ചേട്ടനോട് തോന്നിയിട്ടുണ്ടെന്ന്. സോ ഇവിടെ നിന്നാൽ തീർച്ചയായും അത് ചേട്ടന് മനസ്സിലാകും. ബട്ട് ഷീ വാണ്ട്സ് ടു ഹൈഡ് ഇറ്റ്. അതുകൊണ്ടാവും മിക്കവാറും ആളിവിടെ നിന്ന് മുങ്ങിയത്. ധനു, എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ ഉള്ളിലും അതുപോലൊരു സോഫ്റ്റ് ഫീലിംഗ് ചേച്ചിയോടുണ്ടെന്ന് തന്നെയാ കേട്ടോ. ഇന്നലെ വൈകുന്നേരം ചേച്ചിയെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടു വന്ന ശേഷം പുള്ളി ഒരുമാതിരി കുരങ്ങൻ ചത്ത കുറവനെ പോലെ ആയിരുന്നു. ഇന്ന് കാലത്ത് ക്ലാസ് എടുക്കുമ്പോഴും അതേ അവസ്ഥ തന്നെ. നിന്റെ ചേട്ടന് ഫസ്റ്റ് നൈറ്റിൽ എന്തോ കണ്ട് പേടി തട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയത്. അവൾ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ധനു പറഞ്ഞു, എന്തായാലും ഉള്ളിലുള്ള ഫീലിങ്സ് ഇത് നിങ്ങൾ തുറന്നു പറയാൻ സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് പറയിപ്പിച്ചാലോ? കണ്ണുകൾ ചുരുക്കി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നില ചോദിച്ചു. ബട്ട് ഹൗ ദാറ്റ്സ് പോസിബിൾ? പ്രേമിച്ച് കാണിച്ചു കൊടുക്കണം. വാട്ട്? മനസ്സിലായില്ലേ? അവരുടെ മുന്നിലേ നല്ല അന്തസ്സായിട്ട് പ്രേമിച്ച് കാണിച്ചു കൊടുക്കണമെന്ന്. അതിനാര് ആരെ പ്രേമിച്ച് കാണിച്ചു കൊടുക്കും? അവൻ സംശയത്തോടെ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. വേറെ ആര്? നമ്മൾ തന്നെ. അവൻ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തൊണ്ടയിൽ വെക്കി ചുമയോടെ പുറത്തേക്ക് തെറിച്ചു. തൊട്ടുമുന്നിലിരുന്ന നിലയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തതുപോലെ അവന്റെ വായിൽ നിന്നും വെള്ളം തെറിച്ചത് കണ്ട് അടുത്ത സീറ്റിലിരുന്നവർ വാ പൊത്തിച്ചിരിച്ചു. സോറി. ചമ്മിയ മുഖത്തോടെ പോക്കറ്റിൽ നിന്നും കേർച്ചീഫ് എടുത്ത് അവളുടെ മുഖം തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ഒരു ചോറി. ഇതിന് മാത്രം എക്സ്പ്രഷൻ ഇടാൻ ഞാൻ എന്താ വല്ല വൃത്തികേടും പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്നും ആ കേർച്ചീഫ് വാങ്ങി മുഖം ഒന്നുകൂടി തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? പിന്നല്ലാതെ. നമ്മൾ തമ്മിൽ പ്രേമിച്ചാൽ എന്താ, കൊള്ളില്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല. അച്ചോടാ, നിന്നെ പോലൊരു മിണ്ടാപ്പൂച്ചയ്ക്ക് എവിടെ കിട്ടും എന്നെ പോലെ സുന്ദരി പെണ്ണിനെ? ആണോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ദേ, ഒരുപാടങ്ങ് ഇളക്കണ്ട. നല്ലോണം ആലോചിച്ചിട്ട് വേണേ പറഞ്ഞാ മതി കേട്ടല്ലോ. നില, ഒരു കാര്യം പറയട്ടെ. നീ ദാമിയെ പോലെ തന്നെയാ. ഒരുപാട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു പുഴ. ചിരി നിറഞ്ഞ അവന്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ സ്നേഹം തിരയടിക്കുന്നത് അവൾ കണ്ടു.
എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്റെ ചേട്ടനെ പോലെ തന്നെയാ മണ്ടൻ. വേണ്ട സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാതെ ഇങ്ങനെ പ്ലിങ്ങസ്യാന്നും പറഞ്ഞിരുന്നോളൂ. വാ പോവാം. ആ ധൃതി പിടിക്കല്ലേ, നീ ഇരിക്കേ പറയട്ടെ. നമുക്കേ നീ ആ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്ത് കാണിച്ചു കൊടുത്താലോ? എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളുടെ കൈകളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഏത് കാര്യം? മനസ്സിലാവാത്തതുപോലെ അവൾ തിരിഞ്ഞു നിന്നു. അല്ല, നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ എന്തോ ഇങ്ങനെ പ്രേമിച്ച് കാണിച്ചു കൊടുക്കുന്ന കാര്യം? ഓ അല്ല അത്. ഓക്കെ ഓക്കെ, ശരിക്കും ആലോചിച്ചിട്ട് മതി. തീയോടാ മോൻ കളിക്കാൻ പോകുന്നേ. ഓ, ഈ തീയോട് കളിച്ചാലുണ്ടാവുന്ന പൊള്ളലെ ഞാൻ അങ്ങ് സഹിച്ചു. അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു. അതിന്റെ പ്രതിഫലനം അവന്റെ മുഖത്തും തെളിഞ്ഞു. തുടരും. കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ നിൽക്കണേ. താങ്ക് യു. See you soon.